Hey guys, welcome back to another video. ഇന്ന് നമ്മുടെ അടുത്തുള്ളത് India's first back F13. You know what I'm talking about. You know what that means. Listen to taste and let me teach you something. Up and down and up and down, left and right. അപ്പോൾ 1975 E21 the first 3 series ആദ്യം ലോഞ്ച് ആവുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ എന്ന് പറയുമ്പോൾ ഏകദേശം 50 years ആണ് 3 സീരീസ് നമ്മുടെ അടുത്തുള്ളത്. 3 സീരീസ് ഉണ്ടാകുന്ന സമയത്ത് അവരുടെ ഒരു ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞ മോട്ടീവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കോമ്പാക്ട് പവർഫുൾ ഒരു സെഡാൻ ഫാമിലി യൂസിന് പറ്റണം, പക്ഷെ എന്നാൽ അഡ്രിനാലിൻ കിക്ക് തരികയും വേണം. അങ്ങനൊരു വണ്ടിയായിരുന്നു 3 സീരീസ്. 3 സീരീസിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് ഇത് 6th ജനറേഷൻ 3 സീരീസ് ആണ് നമ്മുടെ അടുത്തുള്ളത്. ഇതെന്ന് പറയുമ്പോൾ ഒരു 50-50 പവർ ടു വെയിറ്റ് റേഷ്യോ വരുന്നതാണ്. അതുകൊണ്ട് ഡ്രിഫ്റ്റ് ചെയ്യാൻ ഒരു കില്ലർ മെഷീൻ. പക്ഷേ ഫാമിലി യൂസിന് പറ്റും, കംഫർട്ടബിൾ ആണ്, മൈലേജ് കൂടുതൽ തരും, എല്ലാം കൊണ്ടും ഒരു പവർഫുൾ സാധനം. എഞ്ചിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ പഴയ M47 എഞ്ചിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ N47 എഞ്ചിൻ വരുന്നത്. ഇതിൽ വരുന്നതെന്ന് പറയുമ്പോൾ 8 സ്പീഡ് ഇൻസ്റ്റെഡ് ഓഫ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. 2 ലിറ്റർ ആണ് വണ്ടി. ഏകദേശം 184 HP 380 Nm ടോർഗുമാണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ 19നെ റീപ്ലേസ് ചെയ്ത് 2011 ഈ 3 സീരീസ് ലോഞ്ച് ആവുന്നത്. 2017 വരുമ്പോഴത്തേക്ക് ഈ ഒരു ഡിസൈനെ കുറിച്ച് ഞാൻ എനിക്ക് സംസാരിക്കുമ്പം ഇപ്പോഴും ഇത് ഔട്ട്ഡേറ്റഡ് ആയിട്ടില്ല. ഇതിന് ഇപ്പോഴും വളരെയധികം വലിയൊരു ഫാൻ ബേസ് തന്നെയുണ്ട്. എനിക്കും പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടൊരു ഷേപ്പ് തന്നെയാണിത്. ഒത്തിരി ആൾക്കാർക്കുള്ള ചോദ്യമാണ് BMW എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, നമുക്ക് മെയിൻ്റെനൻസ് പരമായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുമോ, അഫോർഡബിൾ ആയിരിക്കുമോ, അതൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ത്രൂ ഔട്ട് കവർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ പറയുവാണെങ്കിൽ ഡിസൈന് നല്ല ഡിസൈൻ, പവറിന് നല്ല പവർ, പ്ലസ് മൈലേജ്, കംഫോർട്ട്, ഇതെല്ലാം കൂടെ അടങ്ങിയ ഒരു ബണ്ടിൽ എന്നൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് 3 സീരീസിന് തന്നെ ഫസ്റ്റ് നമുക്ക് കൊടുക്കും. ഹെഡ്ലൈറ്റ്സിൻ്റെ ഭാഗത്തിലേക്ക് വരുമ്പം LCI ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. ബമ്പേഴ്സ് M3യുടെ ബമ്പേഴ്സ് ആണ് വരുന്നത്. ട്രൈ കാർബൺ വരുന്നുണ്ട്. എപ്പാർട്ട് ഫ്രം ലൈറ്റ്സ് M3 ഗ്രിൽസ്, ആനിവേഴ്സറി ലോഗോസ് വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ ഉള്ള ചേഞ്ചസ്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ 4 സെൻസേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹെഡ്ലൈറ്റ് വാഷേഴ്സ് വരുന്നുണ്ട്. വീൽസിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ നോർമലി BMW വരുന്നത് സ്റ്റാഗേർഡ് വീൽസ് ആണ് വരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് വിമാൻസ് വീൽസ് ആണ്, 20 ഇഞ്ച് ആണ് വരുന്നത്. ഫ്രണ്ടിൽ 8.5ഉം പുറയിൽ 10.5ഉം. ഹേ ബോബിൻ, ബോബൻ എൻ്റെ ഫ്രണ്ടും കൂടെയാണ്. ബോബിനെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും നമ്മുടെ ഓഡിയൻസിന് വേണ്ടി. My name is Bobin. I run a consultancy called Mentor Academy Solutions, ബാംഗ്ലൂരിലാണ്. ഓക്കെ, BM-ലേക്ക് വരാം. BM-ലേക്ക് ഇഷ്ടംപോലെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി പേര് BM ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ത്രൂ ഔട്ട് ഈ വീഡിയോയ്ക്കകത്ത് കവർ ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ ബോബിന് ഏതൊക്കെ കാറുകളാണ് ഓൺ ചെയ്തിരുന്നത് നേരത്തെ? പ്രീവിയസ്ലി ഐ ഹാഡ് VRS, ഒക്ടാവിയ, പിന്നെ ഒരു 2 സിവിക് ഉണ്ടായിരുന്നു, ഫോർച്യൂണർ, പജീറോ, അങ്ങനത്തെ കുറച്ച് വണ്ടികൾ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് അതിന് ശേഷമാണ് ഐ നീഡ് ഒരു പ്രീമിയം കാർ, ഒരു എല്ലാം കഴിഞ്ഞ് നമ്മളൊരു എന്താ പറയുക, ഒരു നല്ലൊരു വണ്ടി അല്ലെങ്കിൽ ഒരു നല്ലൊരു യൂസർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഒരു പ്രീമിയം സെഗ്മെന്റിലേക്കാണ് ഞാൻ BMW നോക്കിയത്. ഇറ്റ്സ് ബീൻ 2 years എടുത്തിട്ട് ഓൾമോസ്റ്റ് ഒരു 85,000 ഓടിച്ചിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, അപ്പം ഇതായിരുന്നു ഫസ്റ്റ് മോഡൽ കാർ? അതിന് മുന്നേ ഉള്ള വണ്ടികൾ മോഡ് ചെയ്തിട്ടുണ്ടോ? ഫ്രം 2019 ഐ ഹാഡ് എ മോഡൽ കാർ, ഒരു സിവിക് ആയിരുന്നു, ബ്ലൂ കളർ. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ നോസ് ദാറ്റ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു VRS ഉണ്ടായിരുന്നു, ഒരു സ്റ്റേജ് 3. Then I had one more Civic, red bagged തന്നെ. Then Pajeros ഒക്കെ വണ്ടികളൊക്കെ സ്റ്റോക്ക് ആയിരുന്നു, ഫേമസ് കാര്യങ്ങളൊന്നുമല്ല. Then I went to this BMW. This was also purely stock. Then I made it to entirely this build. അപ്പോൾ ഏത് ഇയറിലാണ് കൈ കിട്ടുന്നത്? 2023-ലാണ് കിട്ടുന്നത്. 23-ലാണ് കൈ കിട്ടുന്നത്. കിട്ടിയ സമയത്ത് കംപ്ലീറ്റ്ലി സ്റ്റോക്ക് ആയിരുന്നു. സ്റ്റോക്ക് ആയിരുന്നു. ഇറ്റ് വാസ് എ സിൽവർ കാർ, PLC ആണ്, 2015 മോഡലാണ്. Then it was only driven around 63 something. സിംഗിൾ ഓണർ ആയിരുന്നു. ഭയങ്കര വെരി വെൽ മെയിൻറ്റൈൻഡ് ആയിരുന്നു. കംപ്ലീറ്റ് എന്താ പറയുന്നത്, ഷോറൂം സർവീസ് കാര്യങ്ങൾ. ലുമെക്സ് എന്ന് പറയുന്ന ഹെഡ്ലൈറ്റ് ബ്രാൻഡ് ആയിരുന്നു ഇതിൻ്റെ പ്രീവിയസ് ഓണർ. സോ ദേ ഹാവ് മെയിൻറ്റൈൻഡ് ഇറ്റ് വെരി വെൽ. സോ ചെന്നു കണ്ടു, ഇഷ്ടപ്പെട്ടു, അപ്പോൾ തന്നെ വണ്ടി എടുത്തു. ആൻഡ് ഐ ഹാവ് സെർച്ച്ഡ് സോ മെനി കാർസ് ഇൻ കേരള. കുറേ വണ്ടികൾ കേരളത്തിൽ നോക്കി, പക്ഷേ എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ ഒരു കുറവുണ്ടായിരുന്നു. ആൻഡ് ദിസ് കാർ വാസ് എങ്ങനെ ഷോറൂമിൽ നിന്ന് ഇറങ്ങി അങ്ങനെയായിരുന്നു എനിക്ക് കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു കണ്ടീഷൻ. എത്ര കൊല്ലം സ്റ്റോക്കായിട്ട് ഓടിച്ചു? ഓൾമോസ്റ്റ് ഒരു 1.5 years സ്റ്റോക്ക് ആയിട്ട് ഓടിച്ചത്. ഇപ്പോൾ ഒരു 8 months ആയി ഉണ്ടാവും വണ്ടി എൻ്റയർലി ബിൽഡ് ചെയ്തത്. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ജേർണി? കാരണം ഓൾ ഓഫ് എ സഡൻ പ്ലാൻഡ് ആയിരുന്നു, അതോ ബിഫോർ ഹാൻഡ് ഇറ്റ് സെൽഫ് പ്ലാൻ ഉണ്ടായിരുന്നു? ദ തിങ് ഈസ് സിവിക് ഒരു ഡെയിലി യൂസ് പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ഞാനൊരു എൻ്റെ പേർപ്പസിനായിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റെ ഒരു ഓഫീസ് എല്ലാ കാര്യത്തിനും കൂടെ പോകുമ്പോൾ ഒരു പ്രീമിയം കാർ വേണം എന്നുള്ളൊരു സെഗ്മെന്റിലാണ് ഞാൻ BMW-ലേക്ക് നോക്കണത് തന്നെ. ദെൻ എടുത്തു കഴിഞ്ഞു, എനിക്കൊരു പ്ലാൻ ഉണ്ടായില്ല ഇങ്ങനെ ബിൽഡ് ചെയ്യണമെന്ന്. പക്ഷേ ഐ വാസ് ഇൻ ടു ദിസ് ഷേപ്പ്. ഈ ഒരു ഷേപ്പിലേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഷേപ്പ് ഫോക്കസ് ചെയ്ത്
ചെയ്താലോ അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കുമോ, അല്ലെങ്കിൽ ആരും ലൈക്ക് ചെയ്തിട്ടില്ല എന്നല്ല, കുറേ വണ്ടികൾ ഉണ്ടായിരുന്നു ഞാൻ ബിൽഡ് ചെയ്യുമ്പോഴും ഉണ്ടായിരുന്നു, പക്ഷേ ആരും ഇത്രയും എക്സ്ട്രീം ലെവലൊക്കെ ചെയ്തിട്ടുണ്ടായില്ല. സോ ഒത്തിരി ഓപ്ഷൻസ് ഉള്ളിടത്തുനിന്ന് 3 സീരീസിലേക്ക് വരാനുള്ള കാരണം 3 സീരീസ് ലൈക്ക് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ 5 സീരീസ് അങ്ങനത്തെ ബെൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ആരുടെയും ഇങ്ങനെ 3 സീരീസ് ഞാൻ കണ്ടിട്ടില്ല. പ്ലസ് എൻ്റെ ഒരു വേറെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഒരു 3 സീരീസ് ഉണ്ടായിരുന്നു. സോ ഐ ഡ്രോവ് ദാറ്റ്. അത് മുംബൈയിൽ നിന്ന് ഇവിടെ വരെ ഓടിക്കാനുള്ളൊരു ഇത് കിട്ടി. അപ്പം അങ്ങനെ ഓടിച്ച സമയത്ത് ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്താ പറയുന്നത്, ഒരു നമുക്ക് പവറിന് പവറും ലക്ഷറിക്ക് ലക്ഷറിയും അല്ലെങ്കിൽ ഒരു കോമ്പാക്റ്റ് അങ്ങനെ കോമ്പാക്റ്റും. വെൻ ഇറ്റ് കംസ് ടു 5 സീരീസ് ഒരു ഇച്ചിരി ലോങ് വണ്ടിയാണ്. അപ്പോൾ നമുക്ക് എല്ലായിടത്തും അത് ഓടിക്കാനും അല്ലെങ്കിൽ എല്ലായിടത്തും കൊണ്ടു നടക്കാനും ഇച്ചിരി പാടാണ്. കുറച്ചുകൂടെ കോമ്പാക്ട് വണ്ടികളോടാണ് അതെ, താല്പര്യം. മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ സോളോ ആണ് ട്രാവൽ ചെയ്യുന്നത്. സോ നമുക്ക് ഇത്രയും കുഞ്ഞു വണ്ടിയുടെ ആവശ്യം മതി. എങ്ങനെയുള്ള ട്രാവലാണ് യൂഷ്വലി? ലോങ് ഡ്രൈവ്സ് ആണോ? ലോങ് ഡ്രൈവ്സ് ആണ് ഉണ്ടാവുക. ബാംഗ്ലൂർ ടു കൊച്ചി അല്ലെങ്കിൽ അങ്ങനെയാണ് കൂടുതൽ ഉണ്ടാവുക. സോ ബാംഗ്ലൂരാണ് ഓഫീസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അവിടെ ആയിരിക്കും മിക്കപ്പോഴും ഉള്ളത്. ബോബിനെ, ആ. 3 സീരീസ് എടുക്കുന്ന സമയത്ത് BM എടുക്കുന്ന സമയത്ത് തന്നെ സ്പെഷ്യലി ഇഷ്ടംപോലെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, അപ്പൊ എന്തൊക്കെയായിരുന്നു അന്ന് നോക്കിയിരുന്നത്? അന്ന് മെയിൻലി ഇപ്പോൾ എനിക്ക് കുറച്ച് ലൈക്ക് അയ്യൻ വർക്ക്ഷോപ്പ് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ലൈക്ക് ഇതുപോലെ വർക്ക്ഷോപ്പുകൾ കാര്യങ്ങൾ ഫ്രണ്ട്സ് ഉണ്ട്. സോ ഐ ആസ്ക്ഡ് അബൌട്ട് ദിസ് കാർ ലൈക്ക്. അപ്പോൾ അവർ മെയിൻലി എന്നോട് പറഞ്ഞത് ടൈമിംഗ് ചെയിൻ ഇഷ്യൂസ് ആണ്. അപ്പോൾ ടൈമിംഗ് ചെയിൻ ഇഷ്യൂസ് മെയിൻലി ഈ 3 സീരീസിനാണ്. 3 സീരീസ് 520D ഈ 20D N47 എഞ്ചിൻ വരുന്നതിനാണ് മെയിൻലി ഉണ്ടാവുന്നത്. അപ്പോൾ അതിലൊരു ലൈക്ക് മെയിൻ എലമെന്റ് എന്ന് വെച്ചാൽ ടൈമിംഗ് ചെയിൻ കറക്റ്റ് മാറുക, അല്ലെങ്കിൽ ടൈമിംഗ് ചെയിൻ്റെ ബാക്കിലത്തെ കുറച്ച് എലമെന്റ്സ് പൊട്ടും. ദാറ്റ് കോസ് ടൈമിംഗ് ടു ഗോ റോങ്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈവൻ എഞ്ചിൻ വരെ മാറേണ്ട ഒരു കണ്ടീഷനൊക്കെ വരും. താങ്ക് ഗോഡ് ഇതിനിപ്പം അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായില്ല. ഞാൻ ഒരു 95 ഇപ്പോൾ എൻ്റെ ടൈമിംഗ് ചെയിൻസ് കാര്യങ്ങളെല്ലാം പുള്ളീസ് എൻറ്റയർലി ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് മെക്കാനിക്കൽ ഫുൾ സേഫ് ആക്കിയിട്ടാണ് ഞാൻ വണ്ടി എൻറ്റയർലി കോസ്മെറ്റിക് ചെയ്യുന്നത്. പിന്നെ ഐ ഹാഡ് എ സ്റ്റേജ് 1 മാപ്പ് ഓൾസോ ആഫ്റ്റർ ദാറ്റ്. ദെൻ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഡൗൺ പൈപ്പും സ്റ്റേജ് 2 ECUം Remap ഉം. സ്റ്റേജ് 3 ECU ആണ് TCU ആണ് പ്ലാൻ ചെയ്യുന്നത്. പ്ലാൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയുണ്ട്? ആഫ്റ്റർ മാർക്കറ്റ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിന് ഒത്തിരി അക്സസറീസ് വരുന്നുണ്ടോ? അതെ, ലൈക്ക് ഇപ്പോൾ BMW ആയിക്കോട്ടെ ബെൻസിൻ്റെ ആയിക്കോട്ടെ ഇൻ 2025 ലൈക്ക് വി ഹാവ് സോ മെനി ഓപ്ഷൻസ്. ലൈക്ക് എന്താ പറയുക, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഹെഡ് ലൈറ്റ്സ് ആയിക്കോട്ടെ നമുക്ക് വി ഹാവ് സെവറൽ ഓപ്ഷൻസ് ലൈക്ക് പ്രീ LCA ഓപ്ഷൻ, LCA ഓപ്ഷൻ, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇപ്പോൾ സ്നേക്ക് ഐ പോലത്തെ അങ്ങനത്തെ ഐറ്റംസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ CSL അങ്ങനത്തെ സോ മെനി ഓപ്ഷൻസ് ഉണ്ട്. സോ വാട്ട് ഐ ഹാവ് ഡൺ ഈസ് ലൈക്ക് ഐ ഹാവ് ഗിവൺ എ LCA ഹെഡ്ലൈറ്റ് ആൻഡ് M3 GTS എന്ന് പറഞ്ഞൊരു വേരിയൻറ്റിൻ്റെ ടെയിൽ ലാംപ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഐ നീഡഡ് എ ക്ലീൻ ലുക്ക്. നമുക്കിപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ഒരു ലുക്കിനേക്കാളും എന്തുകൊണ്ടും ലൈക്ക് ഐ വെന്റ് ഫോർ ദിസ് ക്ലീൻ ലുക്ക്. OEM പ്ലസ് ഒരു ലുക്കിലേക്കാണ് നമുക്ക് ഇത് മാറ്റിയിരിക്കുന്നത്. സ്റ്റിയറിംഗ്സ് ആയിക്കോട്ടെ എല്ലാം ഒരു OEM ലുക്കിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ഇപ്പം സ്റ്റേജ് 1 റീമാപ്ഡ് ആണെന്ന് പറഞ്ഞു. അതെ, സ്റ്റോക്ക് ഓടിച്ചൊരു വ്യക്തി സ്റ്റേജ് 1 റീമാപ്പ് കഴിഞ്ഞ സമയത്ത് എന്തൊക്കെയാണ് മാറ്റങ്ങളാണ് കിട്ടിയിരുന്നത്? ദ മെയിൻ തിങ് ഐ നോട്ടീസ് ഈസ് ലൈക്ക് ഇത് എന്താ പറയുക, ഒരു ഇനീഷ്യൽ പിക്കപ്പ് ഇതിന് കൂടിയിട്ടുണ്ട്. ആസ് എ ഡീസൽ കാർ നമുക്ക് ഹൈ എൻഡ് ഒത്തിരി പുഷ് ചെയ്യാൻ പറ്റില്ല. സോ ഇനീഷ്യൽ തന്നെ പുഷ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ നോക്കുമ്പോൾ ഇനീഷ്യൽ അത്യാവശ്യം കൂടിയിട്ടുണ്ട്. എക്കണോമി ഇച്ചിരി കൂടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുണ്ട്. എന്താ പറയുക, നമുക്കിപ്പോൾ ഒത്തിരി ത്രോട്ടിൽ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല പലയിടത്തും. ചെറുതായിട്ടൊന്ന് കൊടുക്കുമ്പോൾ തന്നെ ലൈക്ക് വാട്ട് വി വാണ്ടഡ് ഓൾമോസ്റ്റ് ഡൺ. ലൈക്ക് എന്താ പറയുക, ഇപ്പോൾ ഓവർടേക്കിംഗ് ആയിക്കോട്ടെ എല്ലാം പെട്ടെന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻലി അഡ്വാൻസ് വന്നത്. പിന്നെ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചെന്നൈയിലുള്ളൊരു വണ്ടി ഉണ്ട്, സ്റ്റേജ് 2 ആണത്. അതിൽ സ്റ്റേജ് 3 TCU വരുന്നുണ്ട്. അത് ഞാൻ റീസെൻ്റ്ലി ഓടിച്ചായിരുന്നു. ഇറ്റ്സ് ഇൻസെയിൻ. അപ്പോൾ ആസയിലേക്ക് എന്താ പറയുന്നത്, നമ്മളിപ്പോൾ നോർമൽ ഒരു ഫ്രണ്ട് വീൽ ഡ്രൈവിലേക്കായിരുന്നു എത്രയും നാൾ എൻ്റെ ജേണി. ദെൻ സഡൻലി ദിസ് വാസ് മൈ ഫസ്റ്റ് റിയൽ വീൽ കാർ. അപ്പോൾ റിയൽ വീൽ എനിക്ക് മെയിൻലി ആ ഫോക്കസ് ചെയ്ത് ഡ്രിഫ്റ്റിംഗ് പഠിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഇത് കൺട്രോൾ ചെയ്യാൻ പഠിക്കണം കാറിനെ. അതായിരുന്നു എൻ്റെ മെയിൻ പർപ്പസ്. ആൻഡ് ദിസ് കാർ ഈസ് ടീച്ചിങ് മീ സോ മെനി തിങ്സ് ഡേ ബൈ ഡേ. അപ്പം മെയിൻ്റെനൻസ് പരമായിട്ട് ഇപ്പോൾ ഒരു BM ഓൺ ചെയ്യുന്ന ഒരാൾക്ക് എന്തൊക്കെ മെയിൻ്റെനൻസിൻ്റെ അത് മെയിൻലി വരുന്നത് നമുക്ക് എന്താ പറയുന്ന ഒരു സർവീസ് സെൻ്ററിലാണ്. ലൈക്ക് വാട്ട് ഐ ഡു ലൈക്ക് BMW റെക്കമെൻഡ്സ് ടു ചേഞ്ച് ഇറ്റ് 12,000. ബട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യണ ഒരു 8,000 9,000 ആകുമ്പോൾ മാറ്റുക, അല്ലെങ്കിൽ 10,000 മാക്സിമം മാറ്റുക. ലൈക്ക് എല്ലാ ഇൻ്റർവെല്ലിലും മാറ്റുക. എയർ ഫിൽറ്റേഴ്സ് ഒക്കെ മാറ്റി നന്നായിട്ട് പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ദ കാർ വിൽ ബി ഗോ. ഒരു ബഡ്ജറ്റ് എത്ര രൂപയാണ് ജനറൽ സർവീസിന് വരുന്നത്? ഒരു നോർമൽ ജനറൽ സർവീസ് കോസ്റ്റ് അറൌണ്ട് 20-25 ഒരു ഡിപ്പെൻസ് ആണ്. അപ്പോൾ ഒരു ബോബിനോട് ഞാൻ ചോദിക്കുക, ഒരു 3 സീരീസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടു നടക്കാൻ എങ്ങനെയാണ്, എത്ര ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഇത് കൊണ്ടു നടക്കാൻ പറ്റും? സത്യം പറഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ലൈക്ക് പ്രീമിയം കാർ എടുക്കുമ്പോൾ ആ വണ്ടി വാങ്ങാവുന്ന കോസ്റ്റിൻ്റെ ഒരു പകുതിയെങ്കിലും ബാങ്കിൽ എപ്പോഴും സേവ് ചെയ്യുക. കാരണം ഇതിന് എപ്പം പണി വരും. ഇപ്പോൾ ചില സെൻസേഴ്സ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി കോസ്റ്റ്ലി. സെയിം ടൈം ചിലത് പോയി കഴിഞ്ഞാൽ നിസ്സാര പൈസ ആവുള്ളൂ.
അതുപോലെ തന്നെയാണ് ഇപ്പം പെട്ടെന്ന് നമുക്ക് എന്താ പറയുന്നത് സോഴ്സ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളേ ഉള്ളൂ. പാർട്സ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, വി ക്യാൻ സോഴ്സ് ഇറ്റ് എയ്തർ ഫ്രം കൊച്ചി ഓർ വി ക്യാൻ സോഴ്സ് ഇറ്റ് ഫ്രം ബാംഗ്ലൂർ ഓർ ഡൽഹി. നമുക്ക് സാധനങ്ങൾ കിട്ടാനുണ്ട്. ഉം. സോ ഇപ്പം ആഫ്റ്റർ മാർക്കറ്റ് സപ്പോർട്ട് ആയിക്കോട്ടെ, ലൈക്ക് പറഞ്ഞ പോലെ തന്നെ ഉം. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഈവൻ പാർട്സ് ആയിക്കോട്ടെ, നമുക്ക് വെറൈറ്റി ഇപ്പം ചാത്തനുണ്ട്, അങ്ങനത്തെ ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് ലൈക്ക് എന്താ പറയുന്നത് എപ്പോഴും നല്ലത് യൂസ് ചെയ്യാൻ നോക്കുക. ഓക്കെ. കാരണം ഇപ്പം നമ്മളിപ്പോൾ ഒരു ചാത്തിന് ഒരു 500 രൂപയ്ക്ക് അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് വാങ്ങുക, ലൈക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ 1000 രൂപയ്ക്ക് വാങ്ങുക, അതൊരു 10 പ്രാവശ്യം വാങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഒറിജിനൽ പ്രൈസ് വരിക. അതെ. ലൈക്ക് ഒറിജിനലിൻ്റെ പ്രൈസ് വരിക. അപ്പം ഒറിജിനൽ വാങ്ങി ഒരു പ്രാവശ്യം ഇട്ടാൽ പിന്നെ എങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല. ആ ഒരു സൈഡിലേക്ക് നമുക്ക് നോക്കാം. തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല. അതായിരിക്കും ഇച്ചിരി ബെറ്റർ എന്ന് ഞാൻ തോന്നുന്നു. അപ്പാർട്ട് ഫ്രം ടൈമിംഗ് ചെയിൻ ഇഷ്യൂസ് അല്ലാതെ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു? ഇഷ്യൂസ് ഇതുവരെ എൻ്റെ ഒന്നും ഫേസ് ചെയ്തിട്ടില്ല. ടെൻഷനർ പുള്ളി ടെൻഷനർ ഒന്ന് ഇടയ്ക്ക് ബ്രേക്ക് ആയിരുന്നു. അതപ്പോൾ തന്നെ ഓർഡർ ചെയ്ത് വരുത്തിച്ചു, ഒറിജിനൽ റീപ്ലേസ് ചെയ്തു ഷോറൂമിൽ തന്നെ. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ചില ഇടയ്ക്കൊക്കെ ഇപ്പോൾ ഇത്രയും ഓടിയതിൻ്റെയാണ് ഇപ്പോൾ 85,000 ഓടി. ഇതൊക്കെ എനിക്ക് കിട്ടിയത് മേജർ സർവീസ് ആവുന്ന സമയത്തേ ഉള്ളൂ ഇതേപോലെ റീപ്ലേസ് ചെയ്യേണ്ടി വരുന്നത്. പക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേജർ സർവീസ് അറൗണ്ട് ഒരു 2 to 3 ആവും 1 lakh ആകുമ്പോൾ. അത് പ്രോപ്പറായിട്ട് ചെയ്യാം. ചിലതൊന്നും മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ സ്റ്റിൽ എന്താ പറയുന്നത് മാറ്റി കഴിഞ്ഞാൽ അത്രയും നല്ലത്. നമുക്ക് എന്താ പറയുന്നത് ഇതുപോലത്തെ ഒരു വണ്ടികളിൽ ഒരു സംഭവം പറ്റുന്നതിന് മുന്നേ അത് നമ്മൾ പ്രീവിയസ്ലി എന്താ റെക്ടിഫൈ മൈലേജും കാര്യങ്ങളൊക്കെ എത്ര കിട്ടുന്നുണ്ടോ? ലോങ് ഡ്രൈവ് ലൈക്ക് ഐ യൂഷ്വലി ട്രാവൽ ടു എന്താ പറയുക ബാംഗ്ലൂർ. അപ്പോൾ നമുക്ക് അറൗണ്ട് ഒരു 18 to 20 നമുക്ക് കിട്ടാറുണ്ട് ഡീസൽ കാർ. ഓക്കെ. അപ്പം ബാക്കിയുള്ള മോഡ്സിലേക്ക് നമുക്ക് പോയി കിടക്കാം. ഫ്രണ്ടിൽ നിന്ന് നോക്കുവാണെങ്കിൽ എന്തൊക്കെയാണ് ഇപ്പം ചേഞ്ചസ് വരുത്തിയിരിക്കുന്നത്? സോ ഫ്രണ്ടിൽ നമ്മൾ മെയിനായിട്ട് മാറ്റിയിട്ടുള്ളത് ഹെഡ്ലൈറ്റ്സ് ആണ്. ഹെഡ്ലൈറ്റ് ആയിട്ട് പറയുന്നത് ഹെഡ്ലൈറ്റ്സ് നമുക്ക് വന്നിട്ട് ഡ്യുവൽ ടൈപ്പ് ആണ്. എന്ന് വെച്ചാൽ നമുക്കിപ്പം കാണുന്നത് CSL ടൈപ്പ് ആണ്, യെല്ലോ ആണ്. നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ വൈറ്റിക്ക് കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ രാത്രിയിലൊക്കെ നമുക്ക് വൈറ്റ് ആയിരിക്കും ഇച്ചിരി കൺവീനിയൻറ്റ്. നമുക്ക് വൈറ്റിക്ക് മാറ്റാം വിത്ത് 5 time പാസ്. നമുക്ക് നോർമലി പാസ് അടിക്കുന്ന പോലെ മാറ്റി കഴിഞ്ഞാൽ ഒരു 5 പ്രാവശ്യം പാസ് അടിച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ചേഞ്ച് ദ കളേഴ്സ് ഓൺലി ദ DRLs. അങ്ങനെ മാറും. പിന്നെ ഫ്രണ്ട് എൻഡിൽ ഞാൻ മെയിനായിട്ട് മാറ്റിയിട്ടുള്ളത് ഫ്രണ്ട് ബമ്പേഴ്സ് ആണ്. ഫ്രണ്ട് ബമ്പറിൽ M3 സെറ്റപ്പിൽ എന്താ ചെയ്തത്, M3ൻ്റെ ബമ്പേഴ്സ്, ഗ്രിൽസ്, ഇതൊക്കെ ഡ്രൈ കാർബൺ ആണ് വരുന്നത്. ഈ അടിയിലത്തെ കാർബൺ ഫൈബർ പീസ് ഡ്രൈ കാർബൺ ആണ്. പിന്നെ ഇതിനൊരു സ്റ്റാൻസ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അടിയിൽ PSM എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആഡ് ഓൺ എന്താ പറയുന്നത് ലിപ്പും വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഇത്രയൊക്കെ ചേഞ്ചസ് ആണ് വരുത്തിയേക്കുന്നത്. നമുക്ക് ഇതിന്റെ കോസ്റ്റിലേക്ക് പോവാം. എൽസിയുടെ ഹെഡ്ലൈറ്റ്സ് വരുമ്പോൾ എത്രയാണ് വരുന്നത്? അറൗണ്ട് ഒരു 110 ആയിട്ടുണ്ട്. 110 വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ്സ് വന്നു. പിന്നെ കിറ്റ്സ് കാര്യങ്ങൾ വരുമ്പോൾ എല്ലാം ഒരു ഫ്രണ്ട് ബമ്പർ, സൈഡ് സ്കേർട്ട്, റിയർ ബമ്പർ, അങ്ങനെയാണ് ഒരു കോംബോ ആയിട്ട് വരുന്നത്. ഇറ്റ് കോസ്റ്റ് മീ അറൗണ്ട് 75 വരുന്നുണ്ട്. പിന്നെ ഗ്രിൽസ് അഡീഷണൽ ആണ്, ലിപ്പ് അഡീഷണൽ ആണ്, ഇതൊക്കെ അഡീഷണൽ ആണ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ട് ഇത് വന്നിട്ട് ഈ ഡ്രൈ കാർബൺ പീസും അടിയിൽ വരുന്ന ലിപ്പ് പിന്നെ ബാക്കിലത്തെ ഡിഫ്യൂസർ, ഇത് സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ അവിടുന്ന് തായ്ലൻഡിൽ നിന്ന് കയ്യിൽ കൊണ്ടുവന്നു. ഓക്കെ. ആ സമയത്ത് ഇവിടെ അവൈലബിൾ ആയിട്ടില്ല. നൗവേഡേയ്സ് ഇറ്റ്സ് അവൈലബിൾ. ബട്ട് ഈ ലിപ്പ് ഞാൻ വേറെ വണ്ടിയിലും കണ്ടിട്ടില്ല. ഓക്കെ. സ്റ്റിൽ ഇറ്റ്സ് ലൈക്ക് യൂണിക് ആയിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരും നോർമലി ചെയ്യുന്ന ഒരു M3ക്ക് സ്പെസിഫിക്കലി വരുന്നൊരു ഇതുണ്ട്, അതായിരിക്കും ചെയ്യണം. അല്ലെങ്കിൽ ഒരു വർസ്റ്റൈനർ എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഉണ്ട്, അതാണ് ചെയ്യാന്ന്. ഓക്കെ. അപ്പം ഇത്രയൊക്കെ ചേഞ്ചസ് ആണ് ഫ്രണ്ടിൽ നിന്ന് വരുന്നത്. അതെ. കളറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഭയങ്കര ഐക്കോണിക് ആയിട്ടൊരു കളർ തന്നെയാണല്ലേ? അതെ, കളർ ആക്ച്വലി എന്താ പറയുന്നത് ഒരു എന്തെങ്കിലും വെറൈറ്റി വേണം. ഇപ്പം എല്ലാവരും റാപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വി നീഡ് സംതിങ് യൂണിക് ഇൻ ദ പെയിന്റ്. ലൈക്ക് പക്ഷേ ഇപ്പോൾ പറയുകയാണെങ്കിൽ BMW തന്നെ 5 series തന്നെ എടുക്കുകയാണെങ്കിൽ ദർ ആർ സോ മെനി കളേഴ്സിലേക്ക് മോസ്റ്റ് ഓഫ് ദ കളേഴ്സിൽ വണ്ടികളുണ്ട്. സോ അതിൽ നിന്നൊക്കെ ഒരു യൂണീക്ക് ആയിട്ട് എന്താ പറയുന്നത് എനിക്ക് എപ്പോഴും ഈ M5ൻ്റെ ഒരു മിഡ് നൈറ്റ് പർപ്പിൾ എന്ന് പറഞ്ഞൊരു ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അത്രയും ഡാർക്ക് വേണ്ട, എന്നാൽ ഈ റോഡിൽ അല്ലെങ്കിൽ ഈ വെട്ടത്തിൽ കിട്ടാൻ പറ്റുന്ന ഒരു എന്താ പറയുന്ന ഒരു ഐക്കോണിക് കളർ വേണമെന്ന് വെച്ചിട്ട് ചെയ്തൊരു പെയിന്റിംഗ് ആണ്. ഇറ്റ്സ് ലൈക്ക് ഒരു ഗാലക്സി പോലെയൊക്കെ ഇരിക്കും വെട്ടം വീഴുമ്പോൾ. നമുക്കിപ്പോ ഈ വീഡിയോക്ക് അത്ര വെയിലത്ത് നമുക്ക് വേണമെങ്കിൽ കഴിഞ്ഞിട്ട് വെയിലത്തോട്ട് അല്ലെങ്കിൽ വെട്ടം വരുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി മനസ്സിലാവുന്നത്. അപ്പൊ ഇത് ഫ്ലേക്സ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉണ്ട്, ഒരു തരി പോലത്തെ ഒരു സാധനം നമ്മൾ ക്ലിയറിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ എന്താ പറയുന്ന ഒരു ഐക്കോണിക് ഷെയ്ഡൊക്കെ വരുന്നതാണ് ഇത്. വെട്ടം വീണ് കഴിയുമ്പോൾ ഇറ്റ് വിൽ എന്താ പറയുന്നത് ഗ്ലോ, ലൈക്ക് എന്തോ ഒരു നമ്മൾ നെയിൽ പോളിഷ് ഒക്കെ പോലെ, അങ്ങനെ പറയുകയാണെങ്കിൽ നെയിൽ പോളിഷ് ഒക്കെ പോലെ തിളങ്ങിക്കൊണ്ടിരിക്കും. എടുക്കുന്ന സമയത്ത് തന്നെ ബാഗ് ചെയ്യണമെന്ന് നല്ല താല്പര്യം ഉണ്ടായിരുന്നോ? ആക്ച്വലി എൻ്റെ അതൊക്കെ വാസ് ലൈക്ക് ബാഗ് സിവിക് ബാഗ്ഡ് ആയിരുന്നു. സോ വെൻ ഇറ്റ് കംസ് ടു ദിസ് എനിക്ക് എന്തെങ്കിലും യൂണീക്കായിട്ട് വീണ്ടും പെയിന്റിങ് പോലെ തന്നെ എന്തെങ്കിലും യൂണീക്കായിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ അപ്പം ആ സമയത്ത് വേറെ ബാഗ്ഡ് 3 സീരീസുകളൊന്നും ഇല്ലായിരുന്നു. സോ ഐ തോട്ട് ഓഫ് എന്തുകൊണ്ട് കൺട്രീസ് ഫസ്റ്റ് എന്നുള്ളൊരു തോട്ട് വന്നു. ഐ സ്പോക്ക് വിത്ത് നെസിൻ. ലൈക്ക് നെസിനാണ് ഇതിൻ്റെ കാര്യങ്ങൾ മൊത്തം എയറിൻ്റെ കാര്യങ്ങൾ മൊത്തം ചെയ്തേക്കണത്. സോ ഐ ടോൾഡ് ഹിം ലൈക്ക് എനിക്ക് അത്യാവശ്യം യൂണീക്കായിട്ട് ചെയ്യുക, അത്യാവശ്യം നല്ല സ്റ്റാൻഡ്സ് എന്നാൽ ഓവർ നിലത്ത് എനിക്ക് ഫുൾ മറ്റേ സിവിക്ക് ഫുൾ ഡ്രോപ്പ് ആയിരുന്നു. സോ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റില്ല. എൻ്റെ എല്ലാ വണ്ടികളും
മോസ്റ്റ്ലി യൂസബിൾ ആണ്. ലൈക്ക് എനിക്ക് ഗ്യാരേജ് ക്വീനാക്കിയിട്ട് വീട്ടിലിടാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു താല്പര്യമില്ലാത്ത ഒരാളാണ്. സോ ഐ മോസ്റ്റ്ലി പ്രിഫർ ലൈക്ക് എല്ലായിടത്തും കൊണ്ടുപോകാം. കാരണം നമ്മളൊരു വണ്ടി ആഗ്രഹിച്ച് പണിയുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയും നമ്മളെ പൊട്ടൻഷ്യൽ ചെയ്തിട്ട് ഓരോരുത്തർ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ്സ് വിൽ ബി എ വെരി എന്താ പറയുക ഹേർട്ടാണ് നമുക്ക്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഐ വാണ്ടഡ് ലൈക്ക് അങ്ങനത്തെ ഒരു ഇത്. പ്ലസ് 20 ഇഞ്ചാണ് ഇതിൽ വരുന്നത്. അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ഞാൻ വേറെ വണ്ടി ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ബാഗ് ചെയ്ത് ഇറങ്ങിയപ്പോൾ എത്ര രൂപ എസ്റ്റിമേറ്റ് കോസ്റ്റ് ആയിരുന്നു? ബാഗ് ആക്ച്വലി ഇതിൽ വന്നിട്ട് 3 പ്രീസെറ്റ് ഉള്ള ഒരു റിമോട്ട് സെറ്റപ്പ് ആണ് NSC ചെയ്തേക്കുന്നത്. അപ്പോൾ അത് വന്നിട്ട് കോസ്റ്റ് അറൌണ്ട് 3.5 വന്നു, ഇൻക്ലൂഡിങ് ദ ബൂട്ടിൽ ഒരു സെറ്റപ്പ് ലേഔട്ട് പോലെ ചെയ്തിട്ടുണ്ട്. ബൂട്ടിൽ കാണുമ്പോഴത്തേക്ക് ബൂട്ട് സെറ്റപ്പ് ചെയ്തിട്ടാണ്. പിന്നെ ഇൻഡിവിജ്വലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എയർ ബാഗ്സ് ആണ് ഇതിൽ ചെയ്തേക്കുന്നത്. നമുക്ക് ഈ സ്പെസിഫിക്കലി ഈ സൈഡ് മാത്രം പൊക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ 3 പ്രീസെറ്റ് ഉണ്ട്. ഇച്ചിരി ഫാസ്റ്റർ ആണ് മറ്റേനേക്കാളും, നോർമൽ ബേസിക്കിനേക്കാളും ഒരു ഇച്ചിരി. പിന്നെ ആപ്പ് കൺട്രോൾ ഉണ്ട്, മൊബൈലിൽ ബ്ലൂടൂത്ത് കൺട്രോൾ, അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം 3.5 ആയി. 3.5 ആയി. അതാണ് മിഡ് വേരിയന്റ് എന്നൊക്കെ പറയാം. വീൽസിന്റെ സൈഡിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് വീൽസിന്റെ കോസ്റ്റും കാര്യങ്ങളും? വീൽസ് ആക്ച്വലി എൻ്റെ ഇപ്പോൾ പ്രീവിയസ് വണ്ടിയിലാണെങ്കിലും ഞാൻ സിവിക്കിൽ 18 to 19 കിട്ടുന്ന ഒരാളാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഇതിലും എന്തെങ്കിലും എന്താ പറയുന്നത്, മാക്സിമം നമുക്ക് എനിക്ക് ഈ വണ്ടി നമ്മളിങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കിടക്കുമ്പോൾ ടയേഴ്സിന്റെ ഒരു ഭംഗിക്കുറവ് കാരണം വീലിന്റെ ഇത് പോകാറുണ്ട് മിക്ക വണ്ടിയിലും. സോ എനിക്ക് എപ്പോഴും വീല് പ്രൊജക്ട് ചെയ്ത് നിൽക്കണമായിരുന്നു. സോ ദാറ്റ്സ് വൈ വെൻ ടു 6 ലൈക്ക് എന്താ പറയുക ഒരു 20 ഇഞ്ചിലേക്ക് പോയിട്ട് മാക്സിമം ലോ പ്രൊഫൈൽ ടയേഴ്സ് പോയത്. ഇപ്പോൾ വന്നിട്ട് 225/30 പ്രൊഫൈൽസ് വരുന്നത്. അതാണ് നമുക്ക് ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ലോവസ്റ്റ് പ്രൊഫൈൽ അവൈലബിൾ ഇൻ ഇന്ത്യ. എത്ര വരുന്നുണ്ട് കോസ്റ്റും കാര്യങ്ങളൊക്കെ? വീൽസ് അറൌണ്ട് എനിക്ക് 2ന്റെ അടുത്തായിരുന്നു. ടയേഴ്സ് ഓൾമോസ്റ്റ് ഒരു അറൌണ്ട് എല്ലാം ഒരു 18 വെച്ചിട്ടാണ് വരുന്നത്. ടയർ ലൈഫ് ഒക്കെ എങ്ങനെ കിട്ടുന്നുണ്ട്? ടയർ ലൈഫ് ആക്ച്വലി നമുക്കിപ്പം ബാക്ക് ഭയങ്കര കുറവാണ് കമ്പാരിറ്റീവ്ലി. റീസൺ ഈസ് ഒന്ന് റിയൽ വീൽ ഡ്രൈവ് ആണ്. പിന്നെ എൻ്റെ എന്താ പറയുക അനാവശ്യ യൂ ടേണിലുള്ള കറക്കൽ അങ്ങനെ നമുക്ക് പെട്ടെന്നൊരു പവർ സ്ലൈഡ് ഈസ് ഇൻസൈൻ ഇൻ ദിസ് കാർ. അത് ഒരു ഇത്രയും BHP ഉള്ളതുകൊണ്ട് പറയുന്നതല്ല, ലൈക്ക് ഇത്രയും BHP കുറവായിട്ടും ഇതൊരു ഡ്രിഫ്റ്റ് മെഷീനും കൂടെ, കാരണം ഇതിന്റെ പവർ ടു വെയിറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഏകദേശം 50-50 ആണ് വരുന്നത്. അപ്പോൾ എന്താ പറയുക നമ്മൾ ജസ്റ്റ് ഒന്ന് സഡൻ ആയിട്ട് ആക്സിഡന്റ് കൊടുക്കുമ്പോൾ തന്നെ ഇത് കാർ വിൽ സ്പിൻ. സോ ആ ഒരു ഫീൽ അൾട്രാ അടിപൊളിയാണ്. അങ്ങനെ എന്തുകൊണ്ടും ഈ ഒരു കാർ എന്ന് പറയുമ്പോൾ സെഡാൻ സെഗ്മെന്റിലെ ബെഞ്ച് മാർക്ക് എന്നൊക്കെ തന്നെ നമുക്ക് പറയാം. ഇവൻ 5 സീരീസ് ആണെങ്കിൽ നമുക്ക് 5 സീരീസ് അത്രയും ഹ്യൂജ് വണ്ടി നമുക്ക് കറക്കുമ്പോൾ അതിനുള്ള റെസിസ്റ്റൻസ് ഉണ്ട്. ഇതപ്പോൾ ചെറിയൊരു സ്പേസ് തന്നെ ഒരു ഒറ്റ സ്പിന്നിൽ എല്ലാം കിട്ടും. കാരണം നമുക്കത് കോമ്പാക്ട് ആണ്, ഇത് കൊണ്ടു നടക്കാൻ ഭയങ്കര എളുപ്പമാണ്. അതെ. റോട്ടോസിന്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ബ്രേക്സ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടോ? ബ്രേക്സ് ജസ്റ്റ് EBC എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ബ്രേക്ക് പാഡ്സ് മാത്രമേ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. ബാക്കി അപ്ഗ്രേഡ് ഒന്നും ഞാൻ പോയിട്ടില്ല, അത്രയും പുഷ് ചെയ്തിട്ടില്ല. പക്ഷെ ഫ്യൂച്ചറിൽ റോട്ടോസ് മാറ്റാൻ പ്ലാൻ ഉണ്ട്. പിന്നെ നമുക്ക് സൈഡിൽ നോക്കുമ്പോൾ മിറേഴ്സ് എന്താ ചെയ്തിരിക്കുന്നത്? മിറേഴ്സ് ആക്ച്വലി നമുക്ക് ഈ ഒരു കവർ വരുന്നുണ്ട്, M ടൈപ്പ് വരുന്ന ഒരു കൂർത്തിട്ട് ഇങ്ങനെ ഒരു ടൈപ്പ് വരുന്ന ഒരു മിറേഴ്സ് ചെയ്തിട്ടുണ്ട്. മിറർ സൈഡ് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം മിററൊക്കെ സ്റ്റോക്കാണ്, വേറെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ആകെ ഇതാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണോ ഇരിക്കുന്നത്? ബാക്ക് സൈഡിൽ നമ്മൾ മെയിൻ ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുള്ളത് എന്താ പറയുക ഡിഫ്യൂസർ ആഡ് ചെയ്തിട്ടുണ്ട്, ടെയിൽ ലാംപ്സ് മാറിയിട്ടുണ്ട്, ആനിവേഴ്സറി ലോഗോസ് PSM സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു സ്പോയിലർ ആയിരുന്നു, ഒരു ലിപ് സ്പോയിലർ പോലെ എന്നാൽ ചെറിയൊരു കട്ടിങ് ഉണ്ട് സെന്ററിൽ. ദെൻ ക്വാഡ് ടിപ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഡിഫ്യൂസറിന്റെ കൂടെ വരുന്ന ഈ സൈഡ് എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ ഉള്ള ചാർജസും കാര്യങ്ങളും ഇത് അറൌണ്ട് കോസ്റ്റ് അറൌണ്ട് 40K ഈ ഡിഫ്യൂസർ കിറ്റ്. അത് കാരണം അതും തായ്ലാൻഡിൽ നിന്ന് തന്നെ ഈ ഫ്രണ്ട് ലിപ്പിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൊണ്ടുവന്നതാണ്. ദെൻ ഇതൊരു 45K ആയി ടെയിൽ ലാംപ്സ്. ആനിമേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അൺലോക്ക് ചെയ്യുമ്പോൾ. വെൽക്കമിങ് പോലെ അതൊക്കെയാണ് മെയിൻ ആയിട്ട് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും ഇതിനകത്തുള്ളൊരു മേജർ ഇതെന്ന് പറയുമ്പോൾ ഇതിന്റെ യൂണിറ്റ് ആണ്. അത് നമുക്ക് കാണാം. അതാണ് ഇതിന്റെ യൂണിറ്റ് വന്നിട്ടുള്ളത്. ഒരു ഫുൾ കസ്റ്റമാണ്, ഫുൾ ഹാൻഡ് മെയ്ഡ് ആണ് ബൈ NSC എയറോൺ പെർഫോമൻസിന്റെ. അപ്പം ഇതിലേക്കൊക്കെ ഉള്ളൊരു ഇതെന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇത് നമുക്കിപ്പോൾ എല്ലാവരും യൂഷ്വലി ചെയ്യുന്ന സ്പീക്കേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എലമെന്റ് കൊണ്ടുവരും. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് എയർ സസ്പെൻഷന്റെ സിസ്റ്റം ഇച്ചൂടെ ഒരു എന്താ പറയുക പ്രീമിയം സെറ്റപ്പിലേക്ക് ചെയ്തുകൂടാ? ഇവൻ എബ്രോഡ് ആയിക്കോട്ടെ, മലേഷ്യ, അങ്ങനെ കുറെ ഇത് അടിപൊളി. ഇതിലും എന്താ പറയുക കുറെ ഡിഫറെന്റ് വെറൈറ്റീസ് കണ്ടിട്ടുണ്ട്. കുറച്ചുകൂടെ അവർ ഇതായിട്ട് ചെയ്യും. പക്ഷെ ഇപ്പോൾ ഞാൻ പറയും വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ വേൾഡിൽ ഇത് തന്നെയാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് NSCന്റെ ഡിസൈനാണ്. അപ്പം കാരണം ഇത് ഭയങ്കര യൂണീക്കാണ്, ഫുൾ ഹാൻഡ് മെയ്ഡ് ആണ്. ബാക്കി എല്ലാവരും ലൈക്ക് അവിടെ നമുക്ക് ഇപ്പോൾ എബ്രോഡ് ആയിക്കോട്ടെ, ചൈന ആയിക്കോട്ടെ, അവിടെ നമുക്ക് ഈ കോപ്പർ പൈപ്പ്സ് അങ്ങനെ കിട്ടും വാങ്ങാൻ. പക്ഷെ ഇതിന്റെ പെർസെന്റേജ് ഇതെല്ലാം നമ്മൾ വളച്ചുണ്ടാക്കിയേക്കുന്നതാണ്. ഇത് എല്ലാം നമ്മൾ ഹാൻഡ് മെയ്ഡ് ആണ്. ഒന്നും അല്ലെങ്കിൽ ഒരു മെഷീനറീസ് പോലും യൂസ് ചെയ്യാണ്ട് ചെയ്തേക്കണതാണ്. ഫുൾ പിൻ ടു പിൻ ഡിസൈൻ ചെയ്തേക്കണതാണ്. അപ്പോൾ ഇതിന്റെ ഓരോ എലമെന്റ്സും നമുക്കറിയാം. ബാക്കി ഇപ്പോൾ എബ്രോഡ് ഒക്കെ ആണെങ്കിൽ എല്ലാം
എന്താ പറയുക മെഷീനറീസ് വെച്ചിട്ടും അങ്ങനെ ഡിസൈൻ വെച്ചിട്ട് അവർ അങ്ങനത്തെ ഇതാണ്. ഇത് ഫുള്ളി എന്തായാലും നമുക്ക് എങ്ങനെ വേണോ അങ്ങനെ ചെയ്തിട്ടുണ്ട്. 3 ടാങ്ക്സ് ആഡ് ചെയ്തിട്ടുണ്ട്, 2 കംപ്രസർ ആഡ് ചെയ്തിട്ടുണ്ട് ഫോർ ബെറ്റർ ആൻഡ് സ്പീഡ്. അപ്പോൾ അങ്ങനെ കുറേ എലമെന്റ്സ്. എങ്ങനെയുണ്ട് ഫീഡ്ബാക്ക്? ഇപ്പം നമ്മൾ പെട്ടെന്ന് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് റണ്ണിങ്ങിൽ മാറ്റാൻ എങ്ങനെയുണ്ട്? റെസ്പോൺസീവ് ആണോ? ഭയങ്കര റെസ്പോൺസീവ് ആണ്. അത് നമ്മളിപ്പോൾ ഡ്രൈവിൽ കാണിക്കുന്നതായിരിക്കും. ഉം. മെയിൻലി നമുക്ക് വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 3 പ്രീസെറ്റ്സ് ഉണ്ട്. അപ്പോൾ 3 പ്രീസെറ്റ്സിൽ ഇപ്പോൾ നമ്മൾ 1, 2, 3 ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഹൈറ്റ് പ്രീസെറ്റ് ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ ഒരു നോർമൽ റോഡിൽ കൂടെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു കുഴി ആകുമ്പോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പ്രീസെറ്റിൽ 1, 2, 3 നമുക്ക് അതിൽ ആഡ് ചെയ്യാം. അപ്പം ഞാൻ അതിൽ ആഡ് ചെയ്തേക്കുന്നത് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഹൈറ്റ്, 2 ഒരു അത്യാവശ്യം എന്താ പറയുന്ന ഒരു എല്ലാം ക്ലിയർ ചെയ്ത് പോകുന്നൊരു ഹൈറ്റ്, 3 ഫുൾ ഡ്രോപ്പ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതെ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് 2 വെക്കുമ്പോൾ അപ്പോൾ തന്നെ റെസ്പോൺസീവ് ആണ്. അപ്പോൾ തന്നെ വണ്ടി പൊന്തും. മസിൽ മെമ്മറിയിൽ ഇപ്പൊ എങ്ങനെയുണ്ട്? കണക്ട് ആയോ? കണക്റ്റായി. പെട്ടെന്ന് വരുമ്പോഴത്തേക്ക് ജസ്റ്റ് ഞെക്കാന്നുള്ളൂ. ഇതിന്റെ ബേസിക് വരുമ്പോൾ നമ്മൾ ഓരോന്ന് ഫ്രണ്ട് ബാക്ക് ആയിട്ട് ചെയ്യണം. ഒക്കെയാണ് ഡ്രൈവിംഗ് ഡൈനാമിക്സ് ആണോ താല്പര്യം? എന്തൊക്കെയാണ് ഇതിലെ ഫീച്ചേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നത്? സ്റ്റിൽ നമുക്ക് എന്താ പറയാ, ഇപ്പം ഇതിൽ 3-4 ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് എക്കോ പ്രോ, കംഫർട്ട്, സ്പോർട്ട്. അപ്പോൾ നമ്മളിപ്പോൾ സ്പോർട്ട് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു വലി ഇതിൻ്റെ അകത്തുനിന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ കുഴികളും കാര്യങ്ങളും ആണ് കുറച്ച് ബുദ്ധിമുട്ട്. എനിക്ക് തോന്നുന്നു ഹൈവേസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ ഈസി ആയിട്ട് പുള്ളി നടക്കാം. അതെ. 20 ഇഞ്ച് ആയതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആണല്ലേ? വേറെ കെയർഫുൾ ആയിട്ട് വേണം ഓരോന്നും എല്ലായിടത്തും കൊണ്ടു നടക്കാൻ. പക്ഷെ എന്നാൽ പോലും അതിന്റെ ഒരു വലിയ ഡിസ്കംഫർട്ട് ഇല്ല. അതിൻ്റെതായ ഡിസ്കംഫർട്ട് കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. ഇന്റീരിയറിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള കുറച്ച് ഡ്രോബാക്സ് എനിക്കറിയാം. ഈ ലെതറൊക്കെ അത്യാവശ്യം ഇതിലായിട്ടുണ്ട്, മെൽറ്റ് ആയിട്ടുണ്ട്. പറ്റുന്ന പോലെ മാറ്റിയിട്ടുണ്ട്. പക്ഷെ ബാക്കിയൊക്കെ OEM തന്നെയാണ് വരുന്നത്. അതെ, ഇതൊക്കെ സ്പോട്ട് ലൈനിൽ വരുന്ന ഒരു ഇതാണ്. പിന്നെ അഡീഷണൽ ആയിട്ട് എയറിന്റെ റിമോട്ട് ഈ റിമോട്ടിലാണ് പറഞ്ഞത് നമുക്ക് സെറ്റ് ചെയ്ത്. അതെ, ഇതുകൊണ്ട് 1, 2, 3 പ്രീസെറ്റ് ഉണ്ട്. ഇപ്പോൾ 1 ഞെക്കി കഴിഞ്ഞാൽ ഓൾറെഡി അഡ്ജസ്റ്റ് ആയി. ഇപ്പോൾ 2 ഒക്കെ ആണെങ്കിലും അഡ്ജസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 3 ആണെങ്കിലും വേറൊരു ഹൈറ്റ് സെറ്റിംഗ് ആണ് മൊത്തത്തിൽ. ഇപ്പൊ വണ്ടി സ്റ്റാൻസിലാണ്, ഒരു 1 ഫിംഗർ ഗ്യാപ്പിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നേരെ ഇപ്പൊ ആകുമ്പോ കാര്യങ്ങളൊന്നും വന്നു നോക്കി കഴിഞ്ഞാൽ ബാക്കി ഇപ്പൊ ആ കൺട്രോളൊക്കെ പോയിരിക്കുന്നു. അതെ, ഫാസ്റ്റർ ആണ്, റെസ്പോൺസീവ് ആണല്ലേ? റെസ്പോൺസീവ് ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഫ്രണ്ട് മാത്രമായിട്ട് ഇപ്പം കാണിക്കുകയാണെങ്കിൽ കണ്ടോ അത്യാവശ്യം എല്ലാം ഭയങ്കര റെസ്പോൺസീവ് ആണ്. ഓൺ ഫിംഗർ ടാപ്പ് മാറുന്നുണ്ട്. ഓൺ എ ഡെയിലി ബേസിസ് ഞാൻ പറയും ഇപ്പം കോയിലോവേഴ്സ് ഇടുന്ന പോലെയല്ല, എയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടു നടക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അതെ, നമുക്കിപ്പം മെയിൻലി കുഴികളാണ്. ഇപ്പം കുഴികൾ അല്ലെങ്കിൽ ഒരു സ്ലോപ്പ് വന്നു മിക്കപ്പം ഇവിടെ ഇപ്പോൾ കൊച്ചിയിലെ മിക്ക ഒരു ഷോപ്പിൽ കയറണമെന്നുണ്ടെങ്കിൽ അതിന്റെ സ്ലോപ്പ് മറ്റേ എന്താ പറയുന്നത് നല്ലൊരു മിക്ക സ്റ്റോക്ക് വണ്ടികളും തട്ടാറുണ്ട്. അത്രയും സ്ലോപ്പിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ലിപ്പ് തന്നെ എല്ലാ സാധനങ്ങളും എക്സ്പെൻസീവ് ആയിട്ട് വരുന്ന ഒരു ഇതിൽ നമുക്ക് ഇതല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമുക്കൊരു നല്ലൊരു കുഴി വന്നല്ലേ, ഡിപ്പ് വന്നു, അതെല്ലാം നമ്മൾ തരണം ചെയ്യുന്നുണ്ടെങ്കിൽ എയർ സസ്പെൻഷൻ വേണം. ലൈക്ക് നമുക്ക് ഫ്രണ്ട് പൊക്കാനാണെങ്കിലും നമുക്കിപ്പോൾ ഒരു ഒബ്സ്റ്റിക്കിൾ വന്നു ഫ്രണ്ടിൽ, നമുക്കത് വണ്ടി പൊക്കിയിട്ടാണ് എടുക്കാം. അങ്ങനെ കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും, ഇപ്പോൾ BM ഡ്രൈവിംഗ് അത്രയും താല്പര്യപ്പെടുന്ന ബോബിന് എന്തെങ്കിലും ഡിസ്കംഫോർട്ട് എയർ ചെയ്ത് കഴിഞ്ഞിട്ട് പുഷ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും? പക്ഷേ നമുക്കൊരു ഇതുള്ളതെന്ന് വെച്ചാൽ നല്ല റോഡിൽ മാത്രമാണ് നമുക്കൊന്ന് നന്നായിട്ട് ഓടിക്കാൻ പറ്റുക. ഓക്കെ, ബിക്കോസ് ഓഫ് ദ റോഡ്സ്. ലൈക്ക് ഇപ്പോഴത്തെ റോഡ് നമുക്ക് അത് 20 ഇഞ്ച് വീൽ ഇട്ടേക്കണോണ്ടല്ല, എയർ സസ്പെൻഷൻ ഉള്ളതുകൊണ്ടല്ല, 20 ഇഞ്ച് വീൽ ഇട്ടേക്കണോണ്ട് നമുക്ക് അത്രയും ലോ പ്രൊഫൈൽ ടയേഴ്സ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ പരിധി ഉണ്ട്. അത് ഇത്രയും പരിധി ഉള്ളതുകൊണ്ടാണ് നമുക്കൊരു പ്രശ്നം വരുന്നത്. അപ്പോൾ ഇനിയൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ അതൊരു പ്രീമിയം സെഗ്മെന്റിലെ വണ്ടി എടുക്കുമ്പോൾ അത് എയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്? ഉണ്ട്. ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് പ്രോജക്റ്റ് ഇപ്പോൾ ഒരു Z4 പ്ലാൻ ചെയ്യുന്നുണ്ട്. എടുക്കാൻ പറ്റുമോ? ഓക്കെ, ഇന്റീരിയറിലേക്ക് വരുമ്പോൾ നമ്മൾ കറന്റ്ലി നത്തിങ് അങ്ങനെ ചേഞ്ചസ് നമ്മളൊന്നും ഇല്ല. ഇത് തന്നെ സ്റ്റോക്ക് തന്നെ കൊണ്ട് നടക്കാൻ എനിക്ക് താല്പര്യം. അതെ, സ്റ്റോക്ക്. കാരണം നമുക്ക് അതിൽ വലിയ മോഡിഫിക്കേഷൻസ് എന്നുള്ളൊരു സാധനം വരുന്നില്ല. കാരണം ലൈക്ക് BMW ഗീവ്സ് ലൈക്ക് ബ്ലാക്ക് റെഡ് കോംബോ ഇന്റീരിയർ ആണ്. അപ്പോൾ അതിന് ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ റിമോട്ട് റെഡിനെ കൊടുത്തിരിക്കുന്നു. ആ ഒരു സെയിം കളർ പാറ്റേൺ. സ്റ്റിയറിംഗ് ഞാൻ OEM ആക്കിയിട്ടുണ്ട്. OEM LCA ടൈപ്പ് ലൈക്ക് പാഡിൽസ് വരുന്നത്, അത് മാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിന്റെ എയർ പ്രഷർ ഗേജ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ടാങ്ക് ഉണ്ട്. സെന്ററിലത്തെ ടാങ്ക് ആണ്, മണ്ടയിൽ വന്നിട്ട് ഫ്രണ്ട്, അടിയിൽ വന്നിട്ട് റിയർ. പ്രഷർ അനുസരിച്ചാണ് നമുക്ക് ഓടിക്കേണ്ടത്. ഇപ്പം അപ് ടു നല്ലൊരു സ്റ്റോക്കിനേക്കാളും ഹൈറ്റ് നമുക്ക് പൊന്തിക്കാൻ പറ്റും, ഒരു ഹൈറ്റിക്ക് കൊണ്ടുവരാൻ പറ്റും.
എയർ സസ്പെൻഷനിൽ മെയിൻ്റെനൻസ് പരിപാടികളൊക്കെ ഉണ്ടോ? മെയിൻ്റെനൻസ് സത്യം പറഞ്ഞാൽ ഇല്ല. പക്ഷെ നമ്മൾ ഈ ചിലർ ഇപ്പോൾ ഈ സസ്പെൻഷനെ കുറിച്ച് വലുതായിട്ട് അറിയത്തില്ലാത്തവർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എന്താ പറയുന്നത്, ഒരു മെയിൻലി നമുക്കൊരു ഡ്രോബാക്ക് എന്നല്ല, ഒരു എന്താ പറയുന്നത്, ചിലർക്ക് ഇപ്പോൾ എയറിൻ്റെ പ്രഷർ എത്ര ഇടണമെന്ന് കറക്റ്റ് അറിയണ്ടാവില്ല. അപ്പോൾ അവർ ചിലപ്പോൾ ഓവർ റേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓയിൽ സീൽസ് കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആവാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഷോക്ക് അബ്സോർബർ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അതൊക്കെ പോകാണ്ടിരിക്കുക. അപ്പം അതാണ് ഇതിൻ്റെ അകത്തൊരു ഡ്രോബാക്ക് എന്നുള്ളൊരു സാധനം വരിക. വേറെ നമുക്കെല്ലാം യൂസർ ഫ്രണ്ട്ലി ആണ്, വേറെ മെയിൻ്റെനൻസ് ആയിട്ടൊന്നും വരുന്നില്ല. മെയിൻ്റെനൻസ് ഒന്നുമില്ല. പിന്നെ ഇതിൽ ടാങ്ക് ഔട്ടേജ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുക, അതൊക്കെയാണ് ഇതായിട്ട് വരിക. അല്ലാണ്ട് മെയിൻ്റെനൻസ് ആയിട്ട് വരേണ്ട ആവശ്യം. ഇപ്പോൾ 8 മാസമായിട്ടും നെസ്സി അടുത്ത് അന്ന് കൊണ്ടുപോയാലും പിന്നെ പോയിട്ടില്ല വണ്ടിയുടെ ഇതിൻ്റെ ഒരു എയറിൻ്റെ കാര്യത്തിന് പോയിട്ടില്ല. മോട്ടോർ തിങ്സ് ആണ് ഒരു BMW ഓണർ ക്യാരി ചെയ്യേണ്ടത്. ലൈക്ക് ഫോർ മീ, ലൈക്ക് ഐ കൺസിഡർ ഫസ്റ്റ് ലൈക്ക് ഒരു ബീമോ കോഡ് ഉണ്ടാവുക. ഇതിൻ്റെ ബീമോ കോഡ് എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു എക്സ്ട്രാ ഡിവൈസ് എന്നൊക്കെ പറയാം. ഒരു നമുക്ക് വണ്ടിയുടെ എന്ത് സാധനങ്ങൾ സ്കാൻ ചെയ്ത് ബ്രെയിൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമുക്കത് ഫോണിൽ ത്രൂ അല്ലെങ്കിൽ നമുക്ക് മെയിനായിട്ട് വരുന്ന കോഡിങ്സ് നമുക്ക് ചെയ്യാൻ പറ്റും അതിനകത്ത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ഇതിട്ടു, ടെയിൽ ലാംപ്സ് ഇട്ടു, അപ്പോൾ അതിന് നമുക്ക് കോഡ് ചെയ്തിട്ട് അതിൻ്റെ വാർണിങ്സ് കളയാം. ഫോഗ് ലാമ്പ് ഡിലീറ്റ് ചെയ്ത് അതിൻ്റെ വാർണിങ്സ് കളയാം. അങ്ങനത്തെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. പ്ലസ് ഇതിൻ്റെ അത് സ്പോട്ട് ഡിസ്പ്ലേ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പം മീറ്ററിലാണെങ്കിൽ നമ്മൾ സ്പീഡോമീറ്റർ കാണിക്കും, ഇതിൻ്റെ അത് ഡിജിറ്റലായിട്ട് കാണിക്കും. ഓക്കെ, അതൊക്കെ നമുക്ക് അൺലോക്ക് ചെയ്തേക്കുന്ന ഹിഡൻ ഫീച്ചേഴ്സാണ്. പിന്നെ ഒരു ലോക്ക് ചെയ്യുമ്പോൾ ഓട്ടം, അങ്ങനത്തെ കുറച്ച് അധികം ഫീച്ചേഴ്സ് ഉണ്ട് അതിൻ്റെ അകത്ത്. അതാണ് അതിനകത്ത് മെയിൻലി വരുന്ന. അതാണ് ഫീച്ചർ അൺലോക്കിങ് ചെയ്യാം. പ്ലസ് നമുക്ക് എന്താ പറയുന്നത്, ഇപ്പോൾ എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും വാർണിംഗ് ലൈറ്റ്സ് എത്തുവാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വണ്ടിക്ക് ചെറിയൊരു വേരിയേഷൻസ് നമുക്ക് അത് ലൈക്ക് നമ്മളിപ്പോൾ ചെറിയൊരു സൗണ്ട് പോലെ നോട്ടീസ് ചെയ്യുന്നവരാ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ലൈക്ക് പെട്ടെന്ന് എന്താണ് വണ്ടിക്ക് സംഭവിച്ചത്, അപ്പോൾ അതിന് പർട്ടിക്കുലർ അത് മാത്രം മാറ്റാൻ പറ്റും. ഇപ്പോൾ ചിലർക്ക് ഇപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അറിയണമെന്നില്ല. അപ്പോൾ അവർ പോയിട്ട് വെറുതെ ഒരു വർക്ക്ഷോപ്പിൽ അത്രയും കാശ് കളയുന്നേക്കാളും നല്ലത് ലൈക്ക് എന്ത് പോയിന്ന് അത് മാത്രം മാറ്റാതെ, വെറുതെ ഇപ്പോൾ എല്ലാം അയച്ച് ഇതാക്കുന്നേക്കാളും നല്ലത് വാട്ട്സ് ഗോൺ അത് മാത്രം റീപ്ലേസ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ട്രാക്ക് എക്സ്പീരിയൻസോ ട്രാക്കിൽ കൊണ്ടുപോകാൻ ആഗ്രഹമോ? ഇപ്പം നിലവിൽ ട്രാക്കിൽ കൊണ്ടുപോയിട്ടില്ല. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഫ്യൂച്ചറിൽ മേ ബി ദിസ് മന്തോ നെക്സ്റ്റ് മന്ത് ഞാൻ ഇപ്പം സ്റ്റേജ് 2 അല്ലെങ്കിൽ സ്റ്റേജ് 3 ഇത് പുഷ് ചെയ്യുന്നുണ്ട്. സ്റ്റേജ് 2 എഞ്ചിനും സ്റ്റേജ് 3 ടി സിയും ട്യൂൺ ചെയ്യുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് അത് ഡൈനോ ഒക്കെ ചെയ്ത് ട്രാക്കിൽ കൊണ്ടുപോകാൻ പ്ലാൻ ഉണ്ട്. അതെ. റൂമോ? റൂം ട്രാക്ക് മീറ്റ് അപ്പോൾ എപ്പോഴും പോകാറുണ്ട്. പക്ഷെ ഡ്രാഗായിട്ട് എനിക്കിപ്പോൾ ചെയ്യാൻ താല്പര്യമില്ല. കാരണം അത് ഡീസൽ സെഗ്മെന്റിൽ ചിലപ്പം സെറ്റായിരിക്കും. പക്ഷെ എപ്പോഴും ഡ്രാഗിനെ ഞാൻ പ്രിഫർ ചെയ്യാം പെട്രോൾ കാർസ് തന്നെയാണ്. ഓക്കെ, അപ്പം ട്രാക്കിലേക്ക് കൊണ്ടുപോകാൻ അപ്പം പെട്ടെന്ന് VRC ഞാൻ ട്രാക്കിൽ കൊണ്ടുപോയിട്ടുണ്ട്. എവിടെ? കരിയിലായിരുന്നു? കരിയിലല്ല, നമ്മൾ റൂം ട്രാക്ക് മീറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായി. നൈസ്. അപ്പം ഫ്യൂച്ചർ ബിൽഡൊക്കെ പെട്ടെന്ന് തന്നെ നടക്കട്ടെ. അതിന്റെ എസ്റ്റിമേറ്റ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നോ? എക്സോസ്റ്റ് അറൗണ്ട് ഒരു 70K നല്ലതിന്. പ്ലസ് മാപ്പിംഗ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓൾമോസ്റ്റ് 1 lakh അടുത്ത് വരുന്നുണ്ട്. TC വരുന്നുണ്ട്. TC ഞാൻ പ്ലാൻ ചെയ്തേക്കണ XP എന്ന് പറഞ്ഞൊരു വേരിയന്റ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അതെ. അപ്പം എല്ലാം പെട്ടെന്ന് നടക്കട്ടെ. അപ്പം വൺസ് അഗൈൻ ബോബിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫുള്ളി ആക്റ്റീവ് അല്ലേ? വണ്ടി റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ നിങ്ങളൊരു 3 Series എടുക്കുന്നുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ബോബിനെ പറഞ്ഞു കൊടുക്കത്തില്ലേ? അതെ, പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ ഗോ ഡയറക്റ്റ്ലി DM. അപ്പം ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പം ഓണം സ്പെഷ്യൽ വീഡിയോ ആയിരുന്നു നമ്മുടെ. എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.